ഹായ് റോസിലയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. എൻ്റെ ഇവിടെ ഒരു കുഞ്ഞി ഫ്ലവർ ഇട്ടത് കണ്ടോ നിങ്ങൾ? ഫ്ലവർ ഇട്ടത് എന്തോ ഒരു ഓന്തച്ചന അരണയോ ഓടിക്കളഞ്ഞു. ഇതിൻ്റെ മിതക്കൂടെ ഓടിയപ്പോൾ പോയേ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓടി ഞാൻ വന്നതാടോ. ഇനി പിന്നെ കാണാട്ടാ. ഇത് നമ്മുടെ മിനിയേച്ചറില്ലേ, കോമ്പാക്റ്റ്, ആ വെറൈറ്റിയാണ് ഈ ഓർക്കിഡ്. ഇതിൻ്റെ ഒരു 4-5 വെറൈറ്റി ഉണ്ട്. കുഞ്ഞു പൈതങ്ങളായിരുന്നു, അവരൊക്കെ ഇങ്ങനെയായി. കുഴപ്പമില്ല അല്ലേ? ഈ മഴയത്ത് ഇങ്ങനെയൊക്കെ ആയാൽ അവർ പാവങ്ങളല്ലേ അല്ലേ? ഓർക്കിഡിനൊക്കെ ആദ്യം ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, ഇവർ ദൈവമേ എത്ര രൂപ കൊടുത്ത് വാങ്ങുന്ന ഭയങ്കര സ്റ്റാൻഡേർഡ് കാര്യങ്ങളല്ലേ, എന്തൊക്കെയാവുമെന്ന്. പക്ഷേ വെറും പാവങ്ങളാ മക്കളെ. എൻ്റെ രീതിക്കനുസരിച്ച്, ഞാൻ പറയുന്നതനുസരിച്ച് പ്രതികരിച്ച് പാവങ്ങൾ വളരുന്നു. ചിലവരൊക്കെ എന്നോട് ചോദിച്ചേ, ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, രോമന ചേച്ചി, എൻ്റെ കൂട്ടുകാരത്തി ചേച്ചിയാണ്. അങ്ങനെയൊക്കെ അവരൊക്കെ അതേപോലെ വേറെ 2-3 പേരും കൂടി ചോദിച്ചായിരുന്നു, ഓർക്കിഡ് ഗ്രീൻ നെറ്റ് ഇട്ടിട്ട് ടവർ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഐഡിയ ആണ്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചെടി. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വളർത്താം. എന്ന് വെച്ച് ഓടിക്കൊണ്ടുവന്ന് അവരെ തല്ലി വഴക്ക് പറഞ്ഞ് ചെയ്യരുത്. സ്നേഹിച്ച് അവരെ നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാം. ഒരു പാഷൻകാരികളായാലും അവർക്ക് ഒരു അഹങ്കാരവുമില്ല. അവർ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കും. അതാ മിണ്ടാപ്രാണികളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന്മാർ എത്ര നമ്മൾ സ്നേഹിച്ചാലും നമ്മുടെ ഹാർട്ട് അവർക്ക് കൊടുത്താലും ഒരു സുപ്രഭാതത്തിൽ അവർ നമ്മളെ തേച്ചിട്ട് പോകും. കാരണം നമുക്കായിരുന്നു അവർ പ്രിയപ്പെട്ടവരത്. അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരല്ലായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മളെ വിഷമിപ്പിച്ചിട്ട് അവർ കടന്നു കളയണത് ഇല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ മിണ്ടാപ്രാണികൾ, ചെടി മക്കളെ നിങ്ങളൊന്ന് സ്നേഹിച്ച് നോക്കുക, അവരോടൊന്ന് സംസാരിച്ച് നോക്ക്. കുറേ പേർക്ക് അറിയാൻ പറ്റും അത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവർ, എൻ്റെ ചേട്ടൻ, എൻ്റെ ഈശോപ്പൻ, അവരൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകൾ. ഇവർ മാത്രമല്ല കേട്ടോ, എനിക്ക് കുറേ മിണ്ടാപ്രാണികൾ ഇവിടെ ഉണ്ട്. സാറയുണ്ട്, പിന്നെന്താ റോണയുണ്ട്, മിട്ടുണ്ട്, കോഴിമക്കളുണ്ട്. അവർക്ക് എല്ലാവർക്കും പേരില്ല, കുറേ പേരുണ്ടല്ലോ. പിന്നെ ആൻ്റപ്പനുണ്ട്, അത് ഫിഷ് ഐറ്റംസ് ആണ് കേട്ടോ. കുഞ്ഞൂട്ടനുണ്ട്, കരിങ്കണ്ണം വാസുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട് എനിക്ക്. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവരൊക്കെ നമ്മളെ ഒത്തിരി സ്നേഹിക്കും തിരിച്ച്. നമ്മളൊക്കെ അവർ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഉണ്ടാ പല രീതിയിൽ അവർ റിയാക്ട് ചെയ്യും. എന്നെപ്പോഴുള്ള പ്രാന്തികൾക്ക് അറിയാൻ പറ്റും. എനിക്കിവിടെ കുറച്ച് നാടൻ ഡയാന്തസുകൾ കിട്ടിയിട്ടുണ്ടേ. സിംഗിൾ പെറ്റലാണ്. ഞാനൊരു നേഴ്സറിയിൽ നിന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് കൊണ്ടുവന്ന് വന്നതാണ്. പിന്നെ ഈ കുഞ്ഞിപ്പൈതലും വേറൊരു കുഞ്ഞിപ്പൈതലൊക്കെ നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തി അയച്ചു തന്നാണ്, ഷീന പ്രകാശ്, ട്രിവാൻഡ്രത്തുള്ളത്. ഇത് കണ്ട് ഇവിടെ പിറ്റോണിയുടെ പോട്ടുകളായിരുന്നേ, അവരൊക്കെ കാലിയായിട്ട് കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇതൊരു കോറിയോസിപ്സിൻ്റെ വിത്താണേ, നോക്കാം നമുക്ക്. ഇത് കണ്ട് ഇതേപോലെ സിംഗിൾ പെറ്റലാണ് ഡയാന്തസ്, നാടൻ ഡയാന്തസാണ്. ഞാനങ്ങനെ ഹൈബ്രിഡ് അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ചില സമയത്ത് പ്രേമം മൂത്ത് നഴ്സറി ചെല്ലുമ്പോൾ ഫ്ലവർ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ ഒരു ആക്രാന്തം കൊണ്ട് വാങ്ങിച്ചിട്ട് വരും. ഇനി ഇവിടെയുണ്ട് പോട്ട് 2, 3, 4 പെറ്റോണിയുടെ പോട്ടുകളാണേ. അവളുമാരെയൊക്കെ നടണം. പെറ്റോണി അവിടെ ഇവിടെയൊക്കെ മുളക്കുന്നുണ്ട്, കട്ടിങ്സൊക്കെ പിടിച്ചിട്ടുണ്ട്, ഏതൊക്കെയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി മഴ മാറിയിട്ട് വേണം അവരെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ. ഇതൊരു കാർനേഷനാണ്, ഡബിൾ കളറാണ് കേട്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതൊക്കെ മഴയത്ത് പോകുന്ന സാധനമാണ്. പക്ഷേ പ്രതീക്ഷിച്ചവർ പോയില്ല, പ്രതീക്ഷിക്കാത്തവർ പോയി. ഇതും ഡയാന്തസിൻ്റെ കട്ടിങ്സാണ്, നാടൻ ഡയാന്തസ്. അങ്ങനെയൊക്കെ സങ്കടങ്ങളെല്ലാം മാറ്റി കാലിപ്പോട്ടിലേക്ക് ഇവരെ കൊണ്ടുവന്നു. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഒരു കുഞ്ഞിനെ കണ്ടോ ഞാൻ സംസാരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവട്ടെ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയാലും നിങ്ങൾക്ക് അറിയാമല്ലോ. അത് പോട്ടെ. എന്നിട്ടുണ്ടല്ലോ, ഇത് ഞാൻ നിങ്ങളോട് ഇവളുടെ വിശേഷം പറയാനാണ് വന്നത്. അപ്പോൾ പിന്നെ ഡയാന്തസിനെ കാണിച്ചു, ഓർക്കിഡ് കുഞ്ഞുങ്ങളെ കാണിച്ചു, പിറ്റോണിയ പോയ വിശേഷം പറഞ്ഞു. ഇവളാരാണെന്നറിയോ? പീസ് ആൻഡ് ലവ്. കുറേ വീഡിയോയിൽ യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട്, ഇവൾ നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ പീസും ഉണ്ടാവും ലവും ഉണ്ടാവും. പീസും ലവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. സമാധാനവും സ്നേഹവും
സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇല്ലേ? നമ്മളുടെ സന്തോഷം നമ്മളുടെ കൂടെയാണ്. ഇവിടെ ഉണ്ടല്ല, ഞാൻ ഇവിടെ അടുത്ത് ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലായിടത്തും പോകുമല്ലോ. അങ്ങനെ ആ ഉത്സവത്തിൻ്റെ അവിടെ പോയപ്പോൾ ഒരു പാവ അപ്പൂപ്പൻ കുറേ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ് റോസാണ്. കുറേ ചെടികൾ പാവത്തിനോട് ആരും വാങ്ങുന്നില്ല. കാരണം ലീഫുകളൊന്നുമില്ല. 2-3 മാസമായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ട്. 3 ആയിട്ടില്ല, 2.5 മാസമൊക്കെ. പാവം, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ കുറേ നേരം റൗണ്ട് അടിച്ചപ്പോഴേക്കും എനിക്ക് റോസുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. എല്ലാം ബഡ് റോസാണ്. പിന്നെ ഒരു സ്റ്റെമ്മായിട്ട് നിൽക്കണതാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് പാവം ആ അപ്പൂപ്പൻ്റെ നോട്ടം കണ്ടപ്പോൾ പാവം തോന്നുന്നു. ജീവിക്കാൻ വേണ്ടിയല്ലേ പാവം അത്രയും പ്രായമായിട്ട് ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വന്നേക്കണത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് സങ്കടം തോന്നിയേ. ഞാനപ്പോൾ അതിൽ നിന്ന് ഒരു ചെടി എടുത്ത് അപ്പൂപ്പന് എന്തെങ്കിലും കൊടുക്കാവട്ടെ എന്നും പറഞ്ഞത്. എനിക്ക് ചെടി ഇഷ്ടപ്പെട്ടിട്ടും ചെടി വേണ്ടിയിട്ടല്ല. കാരണം എനിക്കുണ്ട് ക്ലൈമ്പിംഗ് റോസും ഉണ്ട്, ബുഷ് റോസും ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു ചെടി വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അപ്പൂപ്പൻ പറഞ്ഞാലും പൈസ ഇച്ചിരി കൂടുതൽ കൊടുത്തു. കാരണം എനിക്ക് ആ അപ്പൂപ്പനോട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. പാവം. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. പാവം അപ്പൂപ്പനേട്ടാ, നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞു. പാവം ഒരു തമിഴനെന്ന് സോറി കേട്ടാ, തമിഴ് അപ്പൂപ്പനാണ്. എന്നിട്ടുണ്ടല്ല, ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് ലീഫ് എല്ലാം കളഞ്ഞു. ഒരു സ്റ്റമ്മ ഉണ്ടായുള്ളൂ, 2 മുട്ട ഉണ്ടായിരുന്നു. ആ മുട്ടും സ്റ്റമ്മും എല്ലാം കട്ട് ചെയ്ത് നല്ല കുറ്റിയാക്കി. ഒരു സ്റ്റമ്മ ഉള്ളെങ്കിൽ അത് കുറ്റിയാക്കി നിർത്തി. ഇത് കണ്ട, അവൾ അവിടെ നിന്ന് കണ്ട, ഞാൻ അവളെ സ്നേഹിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് കഥകൾ പറഞ്ഞു കൊടുത്തു, സങ്കടങ്ങൾ പറഞ്ഞ് സന്തോഷം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവളിങ്ങനെയായി. ഇപ്പം എൻ്റെ ഒരു ഐഡിയ എന്താണെന്നറിയാമോ? ഇവളൊരു ട്രീ ഡ്രോസ് ആക്കാമെന്ന്. ഒരു മരമായിട്ട് വളർത്താമെന്നൊരാഗ്രഹമുണ്ട്. നോക്കണം, മഴക്കുഞ്ഞമ്മ അനുവദിച്ചാൽ. ഇന്നതേ ഇപ്പം ഇത്ര നേരം മഴയായിരുന്നു കേട്ടാ. ഇപ്പോൾ വെയിലച്ചൻ വന്ന്, ഞാൻ സംസാരിക്കാൻ വന്നപ്പോൾ വെയിലച്ചൻ വന്ന് ചിരിച്ച് കാണിക്കുന്നു. അപ്പോൾ വെയിലച്ചൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുമല്ലോ. ഇങ്ങനെയുണ്ട് ഐഡിയ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവണേ സപ്പോർട്ടായിട്ട്. ഈ പീസ് ആൻഡ് ലവ് റോസ് എവിടെ കണ്ടാലും നിങ്ങൾ വാങ്ങണം കേട്ടോ. ഇതൊക്കെ എല്ലാം നഴ്സറിയിൽ കിട്ടും. പെട്ടെന്ന് പിടിക്കും, പെട്ടെന്ന് അസുഖങ്ങളൊന്നും ബാധിക്കില്ല. ഇടയ്ക്ക് എപ്പോഴോ ഈ യെല്ലോ ലീഫുകൾ മാത്രം വരും. അത് അടർത്തിക്കളഞ്ഞാൽ മാത്രം മതി. ഒത്തിരി കീടങ്ങൾ അങ്ങനെ ആക്രമിക്കാത്ത ചെടിയാണ്. നിങ്ങൾക്ക് ധൈര്യത്തിന് വാങ്ങാം കേട്ടോ. വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. ഓക്കെ, ടാറ്റാ, ബൈ.